ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ തേങ്ങയില്ലാത്തൊരു ചട്നി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി എടുത്തതെന്ന് വെച്ചാൽ ഒരു വലിയ തക്കാളി, വലിയ ഉള്ളി, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ ചേർത്ത് ഇതൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ട് ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റുന്നതിന് അതിൻ്റെ ഇതനുസരിച്ച് ഇതിന് ടേസ്റ്റും കൂടും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തതെന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ പകുതി ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അഥവാ ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഒരു പുളിപ്പിന് വേണ്ടി കുറച്ച് ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓയിൽ ചേർത്തിട്ട് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ വഴറ്റി വെച്ച ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരച്ചെടുത്തതാണ്. ഇതുപോലെ അരച്ചെടുക്കണം. അതെൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണ് വീഡിയോ. ഇതുപോലെ നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കടുകും ഓയിലും ചേർത്ത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായി. നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നന്നായി മാച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു ചട്നിയാണിത്. തേങ്ങയില്ലാന്ന് വെച്ചിട്ട് ആരും വിഷമിക്കണ്ട. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.